നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബസ്സിലെ ലൈംഗികാതിക്രമ കേസിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ മരണത്തിൽ പ്രതിയായ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ BJPയുടെ പ്രതിഷേധ പ്രകടനം. പ്രതിഷേധത്തിനു കാരണം പ്രതിയെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്കും മറ്റും കൊണ്ടുവരാൻ പോലീസ് ജീപ്പ് ഒഴിവാക്കി എന്തുകൊണ്ട് പ്രൈവറ്റ് കാർ ഉപയോഗിച്ചു തുടങ്ങിയ വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് നാളെയാണ് പരിഗണിക്കുന്നത്. തമിഴ്നാട്ടിലെ കാരക്കലിൽ നിന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന തമിഴ്നാട് സ്വദേശിനിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ പേരുവിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. കോട്ടയം ഭാഗത്തേക്ക് പോകാനായി ട്രെയിനിൽ കയറിയ യാത്രക്കാരാണ് യുവതിയെ കണ്ടത്. ആദ്യം ഉറങ്ങുകയാണെന്ന് കരുതിയെങ്കിലും പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മരണം സംഭവിച്ചതായി തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സയനൈഡ് കഴിച്ച് ജീവനൊടുക്കി. സംഭവത്തിന് പിന്നിൽ മകളുടെ വിവാഹബന്ധത്തിലുണ്ടായ തകർച്ചയാണെന്ന് സൂചന. കമലേശ്വരം സ്വദേശികളായ സജിത 54 വയസ്സ്, മകൾ ഗ്രീമ എസ് രാജ് 30 വയസ്സ് എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞങ്ങൾ സയനൈഡ് കഴിച്ച് മരിക്കുകയാണ് എന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ പങ്കുവച്ചതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്രീമയുടെ മരണക്കുറിപ്പിൽ ഭർത്താവ് ഉപേക്ഷിച്ചതിലുള്ള കടുത്ത മനോവിഷമമാണ് ജീവനെടുക്കാനുണ്ടായ കാരണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 200 പവൻ സ്വർണവും വസ്തുവകകളും നൽകിയാണ് വിവാഹം നടത്തിയതെങ്കിലും കേവലം 1 മാസം പോലും ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അടുത്തിടെ നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിന് കുടുംബത്തെ വല്ലാതെ തളർത്തിയിരുന്നു. നിലവിൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ തുടങ്ങിയതോടെ പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. SITക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും VD സതീശൻ പറഞ്ഞതോടെ മന്ത്രി MB രാജേഷ് മറുപടിയുമായി എത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു MB രാജേഷിന്റെ പ്രതികരണം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്ന് MB രാജേഷ് പറഞ്ഞു. ഇന്ന് നമ്മുടെ സിനിമ സെഗ്മെന്റിൽ ചർച്ചയാകുന്നത് അദ്വൈത് നായർ സംവിധാനം ചെയ്ത പുതിയ മലയാള ചിത്രം ചത്തപ്പച്ച. സോഷ്യൽ ഡ്രാമ പശ്ചാത്തലത്തിലെത്തിയ ഈ ചിത്രം കഥയുടെ അവതരണത്തിലും മേക്കിങ്ങിലും ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. പശ്ചാത്തല സംഗീതവും ക്യാമറ വർക്കും സിനിമയ്ക്ക് നല്ല ഊർജം നൽകുന്നു. മമ്മൂട്ടി ക്യാമിയോ വേഷത്തിൽ എത്തുന്ന ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, റോഷൻ മാത്യു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.